മെയ് 1 രാവിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് മംഗലാപുരത്തേക്ക് ഒരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഈ സ്വർണം കള്ളക്കടത്തിൽ, സ്വർണം കവർച്ചയിൽ SIT ചോദ്യം ചെയ്ത രജികുമാർ എന്നൊരു വ്യക്തി കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ബിഗ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ യാത്ര ഈ കാടാമ്പുഴ ക്ഷേത്രം സന്ദർശിക്കാനാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത്. മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കാനാണ് പോയത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഈ യാത്രയിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കാണുകയുണ്ടായി. കർണാടകയിലെ NDA നേതാവായിട്ടുള്ള BM ഫാറൂഖിന്റെ വസതിയിലാണ് ഈ കൂടിച്ചേരൽ നടത്തിയത് എന്നാണ് വാർത്ത വന്നത്. ഇത് സംബന്ധിച്ച് കർണാടക കോൺഗ്രസ് കമ്മിറ്റി AICC നേതൃത്വത്തിന് പരാതി നൽകി എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ബിഗ് TV ഗൗരവതരമായ ഒരു ആരോപണം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അവരുന്നയിച്ച ആരോപണത്തിൽ പറഞ്ഞിട്ടുള്ളത് സതീശന് രാഷ്ട്രീയ ബിസിനസ് ആണോ എന്ന് ബിഗ് TV ചോദിക്കുന്ന നില സ്വീകരിക്കണ്ടായി. ഇങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു ആരോപണം വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്കെതിരെ ഉയർന്നു വന്നാൽ അതിന് ആവശ്യമായി ഈ പരാതി ശരിയാണോ തെറ്റാണോ? പരാതി ശരിയോ തെറ്റോ എന്നുള്ള പ്രശ്നത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഇത്തരമൊരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതി ശരിയാണോ തെറ്റാണോ എന്ന് വിശദീകരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. എന്നാൽ ഇതുവരെയും കേരളത്തിലെ KPCC നേതൃത്വമോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കോൺഗ്രസിന്റെ ഹൈക്കമാൻഡോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി. അപ്പോൾ ഈ പ്രശ്നത്തിൽ, ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിശദീകരണം കോൺഗ്രസിന്റെ നേതൃത്വമാണ് നൽകേണ്ടത്. രണ്ട് കോൺഗ്രസിനും വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. KPCC നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്. AICC നേതൃത്വത്തിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം. ഈ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് ആവശ്യമായ വിശദീകരണം നൽകേണ്ടത് അവരാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച്, ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത്.